കർക്കിടക രാശിക്കാർക്ക് 18/10/2025 വ്യാഴമാറ്റവും തുടർന്നുണ്ടാകാവുന്ന ഗുണദോഷങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. പുണർദം, അവസാന പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്ര സമൂഹങ്ങൾ അടങ്ങുന്ന രാശിയാണ് കർക്കിടക രാശി. കർക്കിടകം പൊതുവെ ദുർഘടം എന്നാണ് അറിയപ്പെടുന്നത്. ദുർഘട രാശിയായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതിൽ ഗോചരാൽ ഇപ്പോൾ വ്യാഴം വന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തൊട്ടതെല്ലാം നഷ്ടത്തിൽ കലാശിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. വളരെ നോക്കി കണ്ട് ഓരോ കാര്യവും ചെയ്യുന്നതായിരിക്കും നല്ലത് ഈ രാശിക്കാർക്ക്. കാരണം തുലാരാശിയിലേക്ക് വന്നിരിക്കുന്ന അല്ലെങ്കിൽ തുലാം മാസത്തിലെ ആണ് ഈ ഗ്രഹയോഗം വന്നിരിക്കുന്നത്. ആ കാരണത്താൽ ഇവരുടെ ധനസ്ഥിതിക്ക് വളരെ മോശം അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഈ ധനസ്ഥിതി മാത്രമല്ല, ഈ രണ്ടാം ഭാവത്തെ കുറിക്കുന്നതായിട്ടുള്ള സകല കാര്യങ്ങൾക്കും അത് ധനം, ധാന്യം, സമൃദ്ധി എന്നുള്ള എല്ലാ കാര്യങ്ങൾക്കും ബാധിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ശനിയുടെ സ്ഥാനം നോക്കുകയാണെങ്കിൽ അതിപ്പോൾ നിൽക്കുന്ന അത് പ്രകാരം 9-ാം ഭാവത്തിൽ ആണ് കാണുന്നത്. അപ്പോൾ എല്ലാ സുഖങ്ങൾക്കും ഹാനി ഉണ്ടാക്കാം. എല്ലാ കാര്യങ്ങൾക്കും ഒരു ഹാനി, എന്ത് ചെയ്യുന്നതിനൊരു മുടക്കവും അവിടെ ഉണ്ടാകാനുള്ള ഇടയുണ്ട്. പിന്നെ ഇത്രകാലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ ഉള്ള അവസ്ഥ തന്നെയായിരുന്നു ധനവ്യയം. ഒരുപാട് ധനം വ്യയം ചെയ്തിരുന്നു. അതുപോലെ ഏതോ കാര്യങ്ങൾ ചിലവാക്കിയതോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടിട്ടുള്ളതോ ആയിട്ടുള്ള കാര്യത്താൽ ഉണ്ടായിട്ടുള്ള ഒരു ഭയം, അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു, ഇപ്പോൾ ഷെയർ ട്രേഡിങ് അങ്ങനത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടി ഇരുന്നതായിട്ടുള്ളതിന് ഇറക്കിയിട്ടുള്ളതോ അല്ലെങ്കിൽ കൊടുത്തതോ അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തിനുള്ള നഷ്ടങ്ങൾ സഹിച്ചിട്ടുണ്ടാവാനുള്ള ഇടയുണ്ട്. നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പല കാര്യങ്ങളും. അതുപോലെ ഉദ്യോഗം നഷ്ടപ്പെട്ടു പോവുക, അത് ഇതിനു മുമ്പായിട്ട് ക്രയവിക്രയങ്ങൾ ചെയ്തിട്ടുള്ളതിൽ നിന്നും വന്നിട്ടുള്ള പാളിച്ചകൾ കാരണമോ അല്ലെങ്കിൽ അതിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ കാരണമോ ഉണ്ടായിട്ടുള്ള ധനത്തിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സെക്യൂരിറ്റി ഇല്ലായ്മ എന്തോ കാര്യത്താൽ വന്നിട്ടുണ്ടാവാം. ആ കാര്യത്താൽ ഉണ്ടാകാവുന്ന പല പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ തകർത്ത് മനോവ്യഥ ഉണ്ടാക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഇനി മേലും ഈ സമയങ്ങളിലും ഇത് നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇതിനു മുന്നിൽ ചെയ്തു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ അനുഭവ ഗുണങ്ങളാണ് വന്നിരിക്കുന്നത്. അതുപോലെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രോഗാവസ്ഥ എന്നുള്ളതാണ്. അതിൽ ഇപ്പോഴായിട്ടുള്ള ഈ ഗുഹ്യപ്രദേശങ്ങളിലുണ്ടാകാവുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കുക. കള്ളന്മാർ ഗൃഹത്തിലാണെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നാണെങ്കിലും വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നാണെങ്കിലും മോഷണ ശ്രമങ്ങളെല്ലാം ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. വേറെ ആരെങ്കിലും ചെയ്ത ഒരു തെറ്റ് നിങ്ങളുടെ മേലെ ചുമത്തപ്പെടുന്ന ഒരവസ്ഥയും വന്നുകൂടായില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി നീക്കേണ്ട സമയമാണ്. ഇപ്പോൾ അധികം ഏത് പുതിയതായിട്ടുള്ള കാര്യങ്ങൾക്കും എടുത്തു ചാടാതിരിക്കുകയായിരിക്കും നല്ലത്. ഭക്ഷണം, പുറത്തുനിന്നുണ്ടാകാവുന്ന ഭക്ഷണത്തിലോ മറ്റുമുണ്ടാകാവുന്ന പോയിഷൻസ് അല്ലെങ്കിൽ ഫുഡ് പോയിഷൻ ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. സുഹൃത്ത് പാർട്ടികളിൽ നിന്നും ഉണ്ടാകാവുന്നതും അങ്ങനെയുള്ള ദുശീലങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതിലൂടെ വല്ലതും വരാവുന്നതുമായിട്ടുള്ള ദോഷങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. ഫാമുകൾ വല്ലതും നടത്തുന്നത് അല്ലെങ്കിൽ പശു വളർത്തൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും ചിലതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നൊരവസ്ഥ. പശുക്കൾക്കും അതുപോലെ വരുന്ന അവിടെ ഫാമിലുണ്ടാകുന്ന വളർത്തു മൃഗങ്ങൾക്കും അസുഖങ്ങളെല്ലാം വരുന്നൊരു സമയം കൂടെയാണ്. അതുമൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ശുഭം.